ദൈവസ്വരം കേട്ട് നസ്രത്തിലേക്ക് തിരുക്കുടുംബത്തെ നയിച്ചവനെ, ദൈവഹിതത്തെ പിൻചൊല്ലിടുവാൻ ഈശോയ്ക്കു മാതൃകയായവനെ, അനുസരണത്തിൻ നിദാനമേ, എളിമതൻ വിളനിലമായവനെ, സർവേശനേകിയ ദർശനങ്ങൾ പൂർണ്ണമായി പാലിച്ച പുണ്യവാനേ, തിരുസഭാമാതാവിൻ പാലകനെ, മക്കളാം ഇവരെ നീ ഓർക്കണമേ. പാലകന്റെ പാധേയം. സ്തോത്രം സ്തോത്രം യേശുവേ യേശുവേ മഹത്വം മഹത്വം യേശുവേ യേശുവേ പുകഴ്ച പുകഴ്ച യേശുവേ യേശുവേ ആരാധന. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരുവാനിരിക്കുന്നോനും സർവശക്തനും ആയ കർത്താവിനും സ്തോത്രം, രാജാവിനും മഹത്വം, കുഞ്ഞാടിനും ആരാധന. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരുവാനിരിക്കുന്നോനും സർവശക്തനും ആയ കർത്താവിനും സ്തോത്രം, രാജാവിനും മഹത്വം, കുഞ്ഞാടിനും ആരാധന. യേശുവേ സ്തോത്രം സ്തോത്രം യേശുവേ മഹത്വം മഹത്വം യേശുവേ പുകഴ്ച പുകഴ്ച യേശുവേ ആരാധന. അനേകം പ്രവാചകന്മാരും രാജാക്കന്മാരും നിങ്ങൾ കാണുന്നവ കാണുവാൻ ആഗ്രഹിച്ചു, എങ്കിലും കണ്ടില്ല. നിങ്ങൾ കേൾക്കുന്നവ കേൾക്കുവാൻ ആഗ്രഹിച്ചു, എങ്കിലും കേട്ടില്ല. നിങ്ങൾ കാണുന്ന കണ്ണുകൾ എത്രയോ ഭാഗ്യമുള്ളവ, നിങ്ങൾ കേൾക്കുന്ന കാതുകൾ എത്രയോ ഭാഗ്യമുള്ളവ. ഓ കർത്താവേ, കൺകുളിർക്കെ അങ്ങയെ കാണുവാനും ഞങ്ങളുടെ മുമ്പിൽ കടന്നു വന്നിരിക്കുന്ന അങ്ങയുടെ സാന്നിധ്യത്തെ അനുഭവിക്കുവാനും ഞങ്ങൾക്കായി നൽകുന്ന ഈ സമയത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ പതിനായിരക്കണക്കിന് മനുഷ്യർ രോഗാതുരമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നൊരു കാലത്താണ് ഞങ്ങൾ ഇപ്പോഴും നിലനിർത്തിക്കൊണ്ട് അങ്ങയെ ഈ ഭൂമിയിൽ ആരാധിക്കാൻ അനുവദിക്കുന്നത്. കഴിഞ്ഞ നാളുകളിലായി മഹാമാരികളിലൂടെ തകർന്നു വീണ ഒട്ടേറെ മനുഷ്യരുടെ സ്വപ്നങ്ങളുണ്ടല്ലോ. ഒരുപാട് മനുഷ്യരുടെ ജീവിതങ്ങൾ, മക്കളെ അനാഥമാക്കി കടന്നുപോയ മാതാപിതാക്കൾ അനാഥമായി കടന്നുപോയ മക്കൾ. ഓ കർത്താവേ, ഈ ഭൂമിയിൽ ഒരു ദിവസം കൂടി ജീവിക്കാൻ നീ ഞങ്ങളെ അനുവദിച്ചു. നിന്റെ കരുണയ്ക്കായി നന്ദി പറയുന്നു. യേശുവിലേക്ക് നമ്മുടെ ഹൃദയവും മനസ്സും നമുക്കുയർത്താം. അതെ, ഈ നാളുകളിൽ നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരുപാട് കർത്താവിന് നമുക്ക് നന്ദി പറയണം. ആയിരങ്ങളിടത്തും പതിനായിരങ്ങൾ വലത്തും മരിച്ചു വീഴുമ്പോഴും തൻ്റെ പ്രിയപ്പെട്ടവരെ
താങ്ങി വളർത്തുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ കുടുംബത്തെ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ സ്നേഹത്തോടെ നമുക്ക് അർപ്പിക്കാം. ഓ കർത്താവേ, നിന്നെ കണ്ട് ഞങ്ങൾ ആരാധിക്കുന്നു. മാലാഖമാർ വണങ്ങുന്നത് പോലെ, സെറാഫുകൾ വണങ്ങുന്നത് പോലെ, വിശുദ്ധ ഗണം വണങ്ങുന്നത് പോലെ, വേദപാരംഗതർ ആരാധിക്കുന്നത് പോലെ, കുഞ്ഞു പൈതങ്ങൾ ആരാധിക്കുന്നത് പോലെ, ആത്മാവിലും സത്യത്തിലും നിന്നെ കണ്ട് ഞങ്ങൾ ആരാധിക്കുന്നു കർത്താവേ. അങ്ങയെ ആരാധിക്കുമ്പോഴാണല്ലോ അങ്ങയുടെ മഹത്വം ഞങ്ങളുടെ വീട്ടിൽ വ്യാപരിക്കുന്നത്, ഞങ്ങളുടെ ഹൃദയ വീട്ടിൽ വ്യാപരിക്കുന്നത്, ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ വ്യാപരിക്കുന്നത്, ലോകം മുഴുവനിലും വ്യാപരിക്കുന്നത്. സ്നേഹത്തോടെ നമ്മുടെ ഹൃദയവും മനസ്സും കർത്താവിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മഹനീയനായ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ദൈവമേ നന്ദി, ദൈവമേ ആരാധന. കർത്താവേ നന്ദി, ദൈവമേ ആരാധന. ദൈവമേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ദൈവമേ ആരാധിക്കുന്നു, ദൈവമേ മഹത്വപ്പെടുത്തുന്നു, ദൈവമേ ആരാധിക്കുന്നു, ദൈവമേ കൺകുളിർക്കെ അങ്ങയെ കണ്ടുകൊണ്ട് ഞങ്ങൾ ആരാധിക്കുന്നു, ദൈവമേ. ഒരുപാട് ദൈവമക്കൾ കാണാൻ ആഗ്രഹിച്ച കർത്താവിൻ്റെ മുഖത്തെ ഈ തിരുവോസ്തിയിൽ കണ്ടുകൊണ്ട് ഞങ്ങൾ ആരാധിക്കുന്നു, ദൈവമേ. വിശ്വാസത്താൽ ഞങ്ങൾ ആരാധിക്കുന്നു, പ്രത്യാശയിൽ ഞങ്ങൾ ആരാധിക്കുന്നു, സ്നേഹത്തിൽ ഞങ്ങൾ ആരാധിക്കുന്നു, ജീവന്റെ കാരണത്തെ ഞങ്ങൾ ആരാധിക്കുന്നു, ജീവന്റെ ഉടയവനെ ഞങ്ങൾ ആരാധിക്കുന്നു, സർവശക്തനെ ഞങ്ങൾ ആരാധിക്കുന്നു, സർവപരിശുദ്ധനെ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവമേ ആരാധന, ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ ആരാധന, ദൈവമേ നന്ദി, ദൈവമേ നന്ദി. പരിശുദ്ധൻ പരിശുദ്ധൻ പരമശക്തൻ, നിരന്തരം മുഴങ്ങുന്നു വാനിലേവൻ. ഇഹ പരമഖിലവും അഖിലേശ്വര, മഹിമയാൽ നിറയുന്നു നിരുപമേ. ഓശാന ഓശാന ദാവീദാത്മജ ഓശാന 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 ദാവീദാത്മജ ഓശാന. വളരെ പ്രത്യേകമായി നമ്മുടെ കുഞ്ഞുങ്ങളെ, ഭവനത്തിലുള്ളവർ, ഭവനത്തിൽ പുറത്ത് വസിക്കുന്നവർ, കൈമോശം വന്നു പോയവർ, വിവിധങ്ങളായ കഠിനമായ പാപത്തിലും തെറ്റായ ബന്ധങ്ങളിലും കഴിയുന്നവർ, ദൈവത്തോടുള്ള വലിയ സ്നേഹത്തിൽ കഴിയുന്നവർ, ദൈവ ഐക്യത്തിൽ കഴിയുന്നവർ, ദൈവ ഐക്യത്തിൽ നിന്ന് വേർപെട്ട് കഴിയുന്നവർ, ആത്മീയമായി ദത്തെടുത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ, സ്നേഹത്തോടെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. മക്കൾ ദൈവത്തിൻ്റെ ദാനമാണല്ലോ. മാനവരാശിയുടെ മേൽ ഇനിയും ദൈവത്തിന് പ്രത്യാശ നഷ്ടപ്പെട്ടിട്ടില്ല എന്നതിൻ്റെ അടയാളമല്ലേ ഇന്നും പിറന്ന ശിശുക്കൾ. ഓ കർത്താവേ, മക്കളെ ഓർത്ത് നന്ദി പറയുന്നു. അവരെക്കുറിച്ച് നല്ലത് കേൾക്കുമ്പോഴും മോശപ്പെട്ടത് കേൾക്കുമ്പോഴും, അവരുടെ ഉയർച്ചയിലും അവരുടെ താഴ്ചയിലും, അവരുടെ വീഴ്ചയിലും അവരുടെ പരാധീനതകളിലും ഒരുപോലെ ദൈവമേ ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഓ പരിശുദ്ധനായ യൗസേപ്പിനോട് ചേർന്ന്, അമ്മ മറിയത്തോട് ചേർന്ന്, ദിവ്യ പൈതലായ യേശുവിനെ വളർത്തിയ തിരുക്കുടുംബത്തോട് ചേർന്ന് ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നുവെന്ന് കർത്താവിനോട് നമുക്ക് പറയാം. ഓർമ്മയിൽ മക്കളെ, പ്രിയപ്പെട്ടവരെ എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ആരാധന മണിക്കൂറിൽ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. അതെ, മക്കളെ ഓർക്കുമ്പോൾ നല്ല ചിന്തകൾ വരുന്ന മാതാപിതാക്കളുണ്ട്, ഒട്ടേറെ ഹൃദയം വിണ്ടുകീറുന്നവരുണ്ട്. ഏതൊരനുഭവമായിരുന്നാലും അതേ അനുഭവം പച്ചയാർന്ന യാഥാർത്ഥ്യത്തോടെ കർത്താവിൻ്റെ കൈകളിൽ കൊടുത്തുകൊണ്ട് പറയാം, മക്കൾ നിൻ്റേതാണല്ലോ ദൈവമേ. ഞങ്ങളിലൂടെ ഭൂമിയിലേക്ക് വന്നെങ്കിലും യഥാർത്ഥത്തിൽ അവർ നിൻ്റേതാണല്ലോ, നിന്റെ പൈതങ്ങളാണല്ലോ.
നിന്റെ ഹൃദയത്തിലെ പൈതങ്ങളായതിനു ശേഷം മാത്രമല്ലേ അവർ ഈ ഭൂമിയിലേക്ക് പിറന്നുള്ളൂ. സ്നേഹത്തോടെ മക്കളെ മുഴുവൻ കൊടുത്ത് കുടുംബം മുഴുവൻ അനുഗ്രഹത്തിൻ്റെ ഭാഗമായി മാറാൻ, മക്കൾ വരും തലമുറകൾ അനുഗ്രഹത്തിൻ്റെ ഭാഗമായി മാറാൻ ആഗ്രഹിച്ചുകൊണ്ട് കർത്താവിൻ്റെ നാമത്തെ നമുക്ക് പ്രകീർത്തിക്കാം. ഓ ദൈവമേ, നന്ദി പറയുന്നു ദൈവമേ, ആരാധിക്കുന്നു ദൈവമേ, വരും തലമുറകളെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വെക്കുന്ന പ്രത്യാശയ്ക്ക് നന്ദി പറയുന്നു ദൈവമേ, മാനവകുലത്തിന്റെ മേൽ അവിടുന്ന് വെക്കുന്ന പ്രത്യാശയ്ക്ക് നന്ദി പറയുന്നു ദൈവമേ, വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന മക്കളെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ, ദത്തെടുത്തിരിക്കുന്ന മക്കളെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ, ആത്മീയമായി എടുത്തിരിക്കുന്ന മക്കളെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ. ദൈവമേ ആരാധന, ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ. ഒന്നു ചേർന്ന് ദാസർ പാട ആരാധന. ഓ തിരുപനേശുവേ ആരാധന. ഒന്നു ചേർന്ന് ദാസർ പാട ആരാധന. ഓ തിരുപനേശുവേ ആരാധന. വിശുദ്ധ യൗസേപ്പിനോടുള്ള നമ്മുടെ സമർപ്പണത്തിൻ്റെ, യൗസേപ്പിൻ്റെ കരം പിടിച്ചുള്ള നമ്മുടെ യാത്രയുടെ 8-ാം ദിവസമാണ് ഇന്ന്. ഈ ദിവസം നമ്മൾ ധ്യാനിക്കുന്നത് യൗസേപ്പിൻ്റെ 4-ാമത്തെ വ്യാകുലത്തെയും 4-ാമത്തെ ആനന്ദത്തെയും കുറിച്ചാണ്. 4-ാമത്തെ വ്യാകുലം ശിമെയോന്റെ പ്രവചനം, ദൈവവചനം. ശിമെയോൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞു, ഇവൻ ഇസ്രയേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. അങ്ങനെ അനേകരുടെ ഹൃദയ വിചാരങ്ങൾ വെളിപ്പെടും. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും. അപ്പനും അമ്മയും മകനും ചേർന്ന് ആദ്യമായി ദേവാലയത്തിലേക്ക് പോകുന്ന ദിവസമാണ് ഉണ്ണിയേശു ജനിച്ചിട്ട് 40-ാം ദിവസം. പരിച്ഛേദന കർമ്മം നിർവഹിക്കപ്പെടുന്നത് സ്വാഭാവികമായി അവരുടെ ഭവനങ്ങളിലാണെങ്കിൽ മകനെ കൈകളിലേന്തിക്കൊണ്ട് അപ്പനായ യൗസേപ്പും അമ്മയായ മറിയവും ഈശോയും കൂടി ദേവാലയത്തിലേക്ക് പോവുകയാണ്. യഥാർത്ഥ ദേവാലയത്തെ കൈകളിൽ പിടിച്ചുകൊണ്ടാണ് അവർ പോകുന്നത് എന്നുകൂടി നമ്മൾ ഓർക്കണം. ദേവാലയത്തിൽ പോകുന്നത് 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ടതിന് വേണ്ടിയിട്ടാണ്. പരിച്ഛേദന കർമ്മം കഴിഞ്ഞ് തുടർന്നുള്ള 33 ദിവസങ്ങൾ പുരുഷനെയോ ആൺകുഞ്ഞിനെയോ പെൺകുഞ്ഞിനെയോ ഒക്കെ പ്രസവിച്ച അമ്മമാര് ദേവാലയത്തിൽ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ലേവ്യരുടെ പുസ്തകം 12-ാം അധ്യായം പറയുന്നതനുസരിച്ച് 40-ാം ദിവസമാണ് കുഞ്ഞിനെ ദേവാലയത്തിലേക്ക് കൊണ്ടുപോകുന്നത് അമ്മയുമായി. ഈ പോകുന്ന ദിവസം 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒന്നാമത് മറിയത്തിൻ്റെ അമ്മയുടെ ശുദ്ധീകരണം. 2 കാഴ്ചകൾ അർപ്പിച്ച് ആദ്യജാതനായ ശിശുവിനെ വീണ്ടെടുക്കൽ. മൂന്നാമത്തെ കാര്യം കുഞ്ഞിനെ സമ്പൂർണമായി സമർപ്പിക്കൽ. ഈ 3 കാര്യങ്ങൾ ഒരുമിച്ച് നടക്കുന്ന ദിവസമാണ് ഈ 40-ാമത്തെ ദിവസം ദേവാലയത്തിൽ അർപ്പിക്കുന്ന സമയം. മറിയത്തിൻ്റെ ശുദ്ധീകരണം. ഈ ശുദ്ധീകരണ പ്രക്രിയ കുഞ്ഞിന് ജന്മം കൊടുത്ത അമ്മ ദേവാലയത്തിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ദഹന ബലിക്ക് വേണ്ടിയും പാപപരിഹാര ബലിക്ക് വേണ്ടിയും ഒരാടിനെ സമർപ്പിക്കണം. 2 ചെങ്ങാലികളെയോ 2 പ്രാവിൻ കുഞ്ഞുങ്ങളെയോ പാപപരിഹാര ബലിക്കും വേണ്ടി സമർപ്പിക്കണം. ലേവ്യരുടെ പുസ്തകം 12-ാം അധ്യായത്തിൽ പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട്. സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവർ, ദരിദ്രരായ മനുഷ്യർ 2 ചെങ്ങാലികളെയോ പ്രാവിനെയോ സമർപ്പിച്ചാലും മതിയാകും എന്ന്. അവര് ലൂക്കാ സുവിശേഷകൻ സുവിശേഷം എഴുതിയപ്പോൾ പ്രത്യേകം എഴുതിയിട്ടുണ്ട്, ഇവർ സമർപ്പിച്ചത് 2 പ്രാക്കളെയാണ്, അല്ലെങ്കിൽ 2 ചെങ്ങാലികളെ മാത്രമാണ് എന്ന്.
ഞാൻ കരുതുന്നു വർഷങ്ങൾക്ക് ശേഷം ജീവിതത്തിൽ ഈ കുഞ്ഞിനെ പതുക്കെ പതുക്കെ വളർത്തുന്ന നേരത്ത് യൗസേപ്പ് കുഞ്ഞിൻ്റെ കാതുകളിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, മോനെ, നമുക്ക് സമ്പന്നന്മാർ അർപ്പിക്കുന്ന കാഴ്ചയൊന്നും അർപ്പിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് അപ്പ മോന് വേണ്ടിയിട്ട് അമ്മയ്ക്ക് വേണ്ടിയും അർപ്പിച്ചത് 2 പ്രാവിൻ കുഞ്ഞുങ്ങളെ മാത്രമാണ് എന്ന്. അതുകൊണ്ടായിരിക്കണം നാളുകൾ കഴിഞ്ഞപ്പോൾ ഈ ശിശു വലുതായി മാറി നിന്നുകൊണ്ട് കാണുകയാണ് വിധവയായ ഒരു സ്ത്രീ 2 വെള്ളിക്കാശ് ദേവാലയത്തിന്റെ ഭണ്ഡാരത്തിലിടുന്നത്. അപ്പുറത്ത് 10,000 ഇടുന്ന വേറൊരു സമ്പന്നനെയും കാണുന്നു. യേശു ഉടനെ വിളിച്ചു പറഞ്ഞു, 10,000 ഇട്ട സമ്പന്നനേക്കാൾ ദൈവം മാനിക്കുന്നത് 2 വെള്ളിക്കാശിട്ട ഈ പാവപ്പെട്ട വിധവയെയാണ് എന്ന്. അപ്പന്റെ വാക്കുകൾ കേട്ട് കേട്ട് വളർന്ന മകൻ പ്രായപൂർത്തി വന്നപ്പോ പാവപ്പെട്ടവന്റെ സമർപ്പണത്തെ ആകാശത്തോളം ഉയർത്തുന്നു. രണ്ടാമത് ചെയ്യുന്നത് കാഴ്ചകൾ അർപ്പിച്ച് കുഞ്ഞിനെ വീണ്ടെടുക്കുന്ന കാര്യമാണ്. അപ്പൻ 2 ഷെക്കൽ സമർപ്പിച്ചുകൊണ്ടാണ് കുഞ്ഞിനെ ആദ്യജാതന്മാർ പുറപ്പാടിന്റെ പുസ്തകം പറയുന്നതനുസരിച്ച് ദൈവത്തിന് അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ 5 ഷെക്കൽ അർപ്പിച്ചുകൊണ്ട് വേണം ഈ കുഞ്ഞിനെ വീണ്ടെടുക്കാൻ. മൂന്നാമത്തെ ഭാഗം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മൂന്നാമത്തെ ഭാഗമായി കുഞ്ഞിനെ സമ്പൂർണമായി അർപ്പിക്കുകയാണ് ദേവാലയത്തിൽ. ഈ സമയത്താണ് ശ്രേഷ്ഠ പുരോഹിതനായ ശിമയോൻ, വയോധികനായ പുരോഹിതനാണ് അവൻ മാതാപിതാക്കൾ കുഞ്ഞുമായി ദേവാലയത്തിൽ എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ ബൈബിൾ പ്രത്യേകം എഴുതി, പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ചതനുസരിച്ച് പുരോഹിതൻ പതുക്കെ പതുക്കെ ദേവാലയത്തിലേക്ക് വന്നു. ഇതാ കർത്താവിന്റെ അഭിഷിക്തനെ കാണുന്നത് വരെ താൻ മരിക്കുകയില്ല എന്ന് വിശ്വസിച്ചിരുന്ന മനുഷ്യനായിരുന്നു അവൻ വന്നു, അമ്മയെ കണ്ടു, അപ്പനെ കണ്ടു, ശുദ്ധീകരണ കർമ്മങ്ങൾ പൂർത്തിയാക്കി ശിശുവിനെ കൈകളിൽ എടുത്തു വാങ്ങിക്കൊണ്ട് ഈ വയോധികനായ ശിമയോൻ കുഞ്ഞിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇതാ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയ രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. അത് വിജാതീയർക്ക് വെളിപാടിന്റെ പ്രകാശവും തൻ്റെ ജനമായ ഇസ്രയേലിന് മഹത്വവുമായിരിക്കും. ഇത് കേട്ടപ്പോ ലൂക്കാ സുവിശേഷകൻ പ്രത്യേകം എഴുതി, അമ്മയുടെയും അപ്പന്റെയും ഉള്ളിൽ അത്ഭുതം ആയല്ലോ എന്നോർത്ത് വല്ലാതെ അവർ വിസ്മയിച്ചു. വല്ലാതെ അവർ വിസ്മയം കൊണ്ടുകൊണ്ട് നിൽക്കുന്ന നേരത്താണ് മറിയത്തിലേക്ക് കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് ശിമയോൻ എന്നായി പുരോഹിതൻ പറഞ്ഞു, ഇതാ ഇവൻ വിവാദ പുരുഷനായിരിക്കും. ഇസ്രയേലിൽ ധാരാളം പേരുടെ ഉയർച്ചയ്ക്കും താഴ്ചയ്ക്കും ഇവൻ കാരണമാകും. ഇവൻ അനേകരുടെ ഹൃദയ വിചാര വികാരങ്ങൾ വെളിപ്പെടുത്തും. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നു പോകും. ഒരു പക്ഷേ എന്തുകൊണ്ടായിരിക്കും യൗസേപ്പിനെ നോക്കി പറയാതിരുന്നത്? തീർച്ചയായും പുരോഹിതനായ പരിശുദ്ധാത്മാവിന്റെ നിറവുള്ള, പരിശുദ്ധാത്മാവിന്റെ ഒരുപാട് വെളിപാടുകൾ ലഭിക്കുന്ന ശിമയോൻ അറിയാമായിരുന്നു, യേശു തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കും മുമ്പ് തന്നെ യൗസേപ്പ് ഈ ഭൂമിയിൽ നിന്ന് വിടവാങ്ങേണ്ടി വരുമെന്ന്. സഹോദരങ്ങളെ, മക്കളെ ഓർത്ത് ഉയർച്ചയുടെ കാര്യങ്ങൾ ചിലപ്പോൾ കേട്ടേക്കാം, അതുപോലെ തന്നെ തകർച്ചയുടെ കാര്യങ്ങളും കേട്ടേക്കാം. മഹത്തരമായത് കേൾക്കുമ്പോഴും മോശപ്പെട്ടത് കേൾക്കുമ്പോഴും ഒരുപോലെ ദൈവത്തിന് നമുക്ക് മഹത്വം പറയാൻ കഴിയണം. കാരണം എന്താണ്? നമ്മുടെ മക്കൾ, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ രക്തത്തിൽ പിറന്ന മക്കൾ യഥാർത്ഥത്തിൽ നിങ്ങളുടേതല്ല. അവർ ദൈവത്തിൻ്റെതാണ്, കർത്താവിൻ്റെതാണ്. കർത്താവിൻ്റെ സ്വന്തമായതിനു ശേഷം മാത്രമാണ് അവർ നിങ്ങളുടെ കൈവെള്ളയിൽ വന്നത്, അവർ ഒരു സ്ത്രീയുടെ ഉദരത്തിൽ പിറന്നത്. അതുകൊണ്ട് ഈ ദിവസം പ്രത്യേകം മക്കളെ, അവർ നല്ല ജീവിതത്തിലാണെങ്കിലും മോശപ്പെട്ട അനുഭവത്തിലാണെങ്കിലും വിശ്വാസത്തിലാണെങ്കിലും അവിശ്വാസത്തിലാണെങ്കിലും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് പറയാം, കർത്താവേ, അവർ നിന്റേതാണ്, അവർ നിന്റെ സ്വന്തമാണ്. അമ്മ മറിയവും ജോസഫും ശിശുവിനെ വളർത്തിയതുപോലെ പ്രത്യാശയോടെ ദൈവത്തിൻ്റെ ഹിതപ്രകാരം വളർത്തുവാനുള്ള കൃപയും ശക്തിയും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമേ എന്ന് പറഞ്ഞ് നമുക്ക് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. ഈശോയിലേക്ക് നമ്മുടെ ഹൃദയവും മനസ്സും കൊടുക്കാം.
ഓ ഈശോയെ, മാതാപിതാക്കളുടെ പ്രതീക്ഷയ്ക്കൊപ്പം മക്കൾ വളരാതിരിക്കുമ്പോൾ ഹൃദയം തകർന്നു പോകുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട്. സ്വന്തം കൺമുമ്പിൽ ഒട്ടേറെ പാപങ്ങളിലും തിന്മയിലും പെട്ടുകിടക്കുന്ന മക്കളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കളുണ്ട്. മക്കൾ ദൈവത്തിൻ്റെതാണല്ലോ, മക്കൾ അങ്ങയുടേതാണല്ലോ. കർത്താവെ, അങ്ങയുടെ കരങ്ങളിലേക്ക് സമ്പൂർണമായി കുഞ്ഞുങ്ങളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കളുടെ ദുഃഖങ്ങളെ, അവരുടെ കണ്ണുനീരിനെയും മാനസികമായ നൊമ്പരത്തെയും എല്ലാം സ്നേഹത്തോടെ അങ്ങയുടെ കരങ്ങളിലേക്ക് അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പറയുന്നു, അതെ, മഹത്വത്തിൻ്റെ കാലത്തും വേദനയുടെ കാലത്തും ഒരുപോലെ ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തും. കാരണം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഞങ്ങളുടേതല്ല, ഞങ്ങളുടെ കർത്താവിൻ്റെതാണ്. നമുക്ക് സ്നേഹത്തോടെ കുഞ്ഞുങ്ങളെല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്ത്, കുഞ്ഞുങ്ങളില്ലാത്തവർ, അതിന് ദൈവം അവസരം തരാത്തവർ, സ്നേഹത്തോടെ നിങ്ങൾ ആത്മീയമായി ദത്തെടുത്തിരിക്കുന്ന നിങ്ങളുടെ മക്കളെയെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് പറയാം, അതെ, ഞങ്ങൾ സമർപ്പിക്കുന്നു ദൈവമേ, അനുഗ്രഹമാക്കി മാറ്റണമേ ദൈവമേ, അവരുടെ ജീവിതങ്ങളെ മുഴുവൻ അനുഗ്രഹമാക്കി മാറ്റണമേ, വരും തലമുറകൾ മുഴുവൻ അനുഗ്രഹത്തിൻ്റെതായിട്ട് മാറട്ടെ. ദൈവമേ നന്ദി, ദൈവമേ ആരാധന, കർത്താവെ നന്ദി, കർത്താവെ ആരാധന, ദൈവമേ നന്ദി. കരം നീട്ടണമേ, കരം നീട്ടണമേ, കരം നീട്ടണമേ മക്കളിൽ. സ്നേഹത്തോടെ മാതാപിതാക്കളെല്ലാം നിങ്ങൾ നിങ്ങളുടെ തന്നെ കുഞ്ഞുങ്ങളെ ഒന്ന് അനുഗ്രഹിച്ച് സ്നേഹത്തോടെ പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ കരം അവരുടെ മേൽ ഇപ്പോൾ നീട്ടപ്പെടട്ടെ. കരം നീട്ടണമേ, കരം നീട്ടണമേ, കരം നീട്ടണമേ മക്കളിൽ. നമ്മുടെ കുഞ്ഞുങ്ങളെ ദിവ്യകാരുടെ യേശുവിന് കൈമാറാം, കർത്താവിന് കൈമാറാം. ദേവാലയത്തിൽ കൊണ്ടുപോയി ദിവ്യ ശിശുവിനെ അമ്മ മറിയവും യൗസേപ്പും കൈമാറിയതുപോലെ കർത്താവിന് കൈമാറിക്കൊണ്ട് പറയാം, ഇവൻ നിന്റേതാണ്, ഇവൾ നിന്റേതാണ്. കരം നീട്ടണമേ, അനുഗ്രഹിക്കണമേ. കരം നീട്ടണമേ, കരം നീട്ടണമേ, കരം നീട്ടണമേ മക്കളിൽ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഏറ്റവും പരിശുദ്ധ ഭർത്താവായ യൗസേപ്പിതാവേ, അങ്ങേ സഹായം തേടി അങ്ങേ മധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരാളെപ്പോലും ഉപേക്ഷിച്ചതായി കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. അങ്ങയുടെ ശക്തിയിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് ഞാൻ അങ്ങേ സന്നിധിയിൽ ഓടിയണഞ്ഞ് അങ്ങേ സംരക്ഷണം യാചിക്കുന്നു. ഓ രക്ഷകന്റെ വളർത്തു പിതാവേ, എൻ്റെ എളിയ അപേക്ഷ ഉപേക്ഷിക്കാതെ അങ്ങയുടെ മധ്യസ്ഥ ശക്തിയിൽ ദയാപൂർവം കേട്ട് ഉത്തരമരുളണമേ. ആമേൻ. ദാവീദിൻ ഗോത്രജനേ, നിർമ്മലമേരീതൻ വല്ലഭനേ, യേശുവിൻ പാലകനേ, നിന്നെ കൈവണങ്ങിടുന്നുതാ. ആകുലമെല്ലാം എല്ലാം എന്നെന്നും ആനന്ദമാക്കിയോരേ, ആത്മനീടുവീർപ്പുകൾ എന്നെന്നും ആനന്ദമാക്കിയണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ലോകരക്ഷകനായ പുത്രനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പരിശുദ്ധ
പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിന്റെ വിശിഷ്ട സന്താനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പൂർവപിതാക്കന്മാരുടെ വെളിച്ചമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവമാതാവിന്റെ വിരക്ത ഭർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ കന്യകയുടെ നിർമ്മലനായ കാവൽക്കാരനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവപുത്രന്റെ ബാലകനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്രിസ്തുവിന്റെ സംരക്ഷകനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരു കുടുംബത്തിന്റെ നാഥനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എത്രയും നീതിമാനായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്യന്തം നിർമ്മലനായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും ജാഗ്രതയുള്ള വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്ഷമയുടെ ദർപ്പണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തൊഴിലാളികളുടെ മാതൃകയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടുംബങ്ങളുടെ പിതാമഹനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടുംബങ്ങളുടെ ശക്തിയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വേദനിക്കുന്നവരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിശാചുക്കളുടെ പേടി സ്വപ്നമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുസഭയുടെ സംരക്ഷകനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മരിക്കുന്നവരുടെ ശരണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവായ ഈശോയെ, അങ്ങയുടെ ഏറ്റവും പരിശുദ്ധയായ മാതാവിന്റെ വിരക്ത ഭർത്താവായ വിശുദ്ധ യൗസേപ്പിന്റെ യോഗ്യതകളാൽ ഞങ്ങൾക്ക് സ്വയം പ്രാപിക്കുവാൻ കഴിയാത്ത കൃപകൾ അങ്ങേയറ്റം അനുഗ്രഹിക്കപ്പെട്ട ഈ പുണ്യപിതാവിന്റെ മാധ്യസ്ഥത്തിലൂടെ പ്രാപിക്കുവാൻ ഞങ്ങൾക്കിടയാക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ യാചിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. യേശുവേ, യേശുവേ, സ്തോത്രം. സ്തോത്രം. യേശുവേ, യേശുവേ, മഹത്വം. മഹത്വം. യേശുവേ, യേശുവേ, പുകഴ്ച. പുകഴ്ച. യേശുവേ, ആരാധന. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരുവാനിരിക്കുന്നോനും സർവശക്തനും ആയ കർത്താവിന് സ്തോത്രം. രാജാവിനും മഹത്വം. കുഞ്ഞാടിനും ആരാധന. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരുവാനിരിക്കുന്നവനും സർവശക്തനും ആയ കർത്താവിന്